നമസ്കാരം. അയ്യോ, നമ്മുടെ പാവൻ രണാസുലെ എല്ലാരും കൂടി ചവിട്ടി കൂട്ടിയടേ. നിങ്ങൾ അറിഞ്ഞ ചവിട്ടി കൂട്ടി കള്ളങ്ങൾ പൊളിഞ്ഞു തുടങ്ങി. കള്ളങ്ങൾ പൊളിഞ്ഞു തുടങ്ങി. അഭിനയ റാണി, അഭിനയ സിംഹത്തിന്റെ ഓരോ കള്ളങ്ങൾ അവിടെയുള്ള എല്ലാരും കൂടി വലിച്ചു കൂട്ടുന്നു. തലവേദനയായിരുന്നു എനിക്ക്. തലവേദന എന്ന് പറഞ്ഞാൽ തലവേദന പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഈ നമ്മുടെ ഓൺലൈനിൽ വന്ന് നാക്കെടുക്കാത്ത കള്ളങ്ങൾ, മനസ്സിലായോ? മിനിറ്റ് വെച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പിന്നെ ക്യാമറയിൽ നിന്ന് അങ്ങ് ഓടിപ്പോവും. ഇവിടെ ഓടിപ്പോവാൻ പറ്റൂല. രണാസിനെ പിടിച്ചു നിർത്തും. അങ്ങനെ തലവേദന എന്ന് പറഞ്ഞുകൊണ്ട് അഭിശ്രീയും എല്ലാരും കൂടി ഇട്ട് കൊടുക്കുന്നു. പാവം തോന്നും. ചിലപ്പോൾ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുത്ത് ചിലപ്പോൾ കണ്ടു പാവം ഒരു കുഞ്ഞു ഭാവി എല്ലാരെയും കൂടി ഇട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, അവിടെ ഡീഗ്രേഡ് ചെയ്യുന്നു പറയരുത്. ഇവിടെ ഈ നുണകളാണ് മുമ്പേ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്. ഒരു ചെറിയ ശകലം കണ്ടോ ഞാൻ അഭിനയിക്കുന്നതല്ല. നമുക്ക് എന്തെങ്കിലും വീഡിയോ കാണിക്കാൻ പറ്റത്തില്ല. ബാക്ക്ഗ്രൗണ്ടിൽ വേണമെങ്കിൽ ഞാൻ കുറച്ച് ക്ലിപ്പിംഗ് ഒക്കെ അയച്ചു തരാം. അതിനോടൊപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു വെക്കാം. ഓക്കെ. തലവേദന ഇല്ല, നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി മാത്രം കളിച്ചതാണ് എന്നാണ് പറയുന്നത്. അപ്പോഴാണ് നമ്മുടെ രണാസുനെ പറയുന്നത്, എനിക്ക് അഭിനയിക്കേണ്ട കാര്യമില്ല, എനിക്ക് അഭിനയിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. ബാക്കി ഇത് അഭിനയമല്ല. അപ്പൊ അഭി പറയും ഇത് അഭിനയമാണ്, ഇത് അഭിനയമാണ്. അയ്യോ, ഒളിച്ചോടാൻ സ്ഥലങ്ങളില്ല. എവിടെ പോയി ഒളിച്ചിരിക്കും രണാസുന? ബാക്കി നീ അടിക്കാൻ വന്ന് പറഞ്ഞു. നീ ചുണ ഉണ്ടെങ്കിൽ അടിക്കാൻ പാടാ. നീ ചുണ ഉണ്ടെങ്കിൽ അടിക്കാൻ പാ. അവിടെ ഈ പറയുന്ന എല്ലാരും അന്തം വിട്ട് കുന്തം വിഴുങ്ങി എന്താണ് സംഭവിക്കണേന്ന് അറിയാതെ കുന്തം വിഴുങ്ങി നിൽക്കുന്നുണ്ട്. ബാക്കി അനുമോളെ പിടിച്ചുകൊണ്ട് പോകുന്നു. നമ്മുടെ ക്യാപ്റ്റൻ ഇതിന്റെ ഇടയിൽ വന്ന് ഇടപെടുന്നുണ്ട്. നമ്മുടെ ക്യാപ്റ്റൻ അനീഷ് ഇതിന്റെ ഇടയിൽ വന്ന് ഇടപെടുന്നുണ്ട്. അപ്പൊ അത് സാർ ഇതിന് കരഞ്ഞുകൂടി അപ്പാനി. ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. സെക്കൻഡിൽ വെച്ച് ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അത് മുമ്പേ ഉള്ളതാണ്. സെക്കൻഡിൽക്കുള്ളിൽ തലവേദന എങ്ങനെ വരികയും സെക്കൻഡിൽക്കുള്ളിൽ എങ്ങനെ തലവേദന മാറുകയും എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത് എന്നുള്ളതാണ്. അതായത് അവിടെ ഒരു കള്ളം പറഞ്ഞു, എനിക്ക് ടാസ്കോ എന്തോ ജോലി ചെയ്യാൻ സമയത്ത് എനിക്ക് തലവേദനയാണെന്ന് പറഞ്ഞു. ഈ കിടന്ന് അലയ്ക്കുമ്പോ തലവേദന ഇല്ല. അപ്പൊ തലവേദന ലാഞ്ചിനി. അപ്പൊ ഇവര് ചോദ്യം ചെയ്തപ്പോ രണാസിനെ എന്തോ കയറി കയർത്തു. അതിനുള്ള മറുപടിയാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിനക്ക് തലവേദന ഇല്ല, എനിക്ക് തലവേദനയാണ് എന്ന് പറഞ്ഞു ഉറഞ്ഞു തുള്ളുകയാണ്. തലവേദനയാണോ? ഓക്കെ. മെഡിക്കൽ മിറാക്കിൾ എന്ന് നമ്മുടെ ആര് പറയുന്നുണ്ട്? നമ്മുടെ അക്ബർ ഖാൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ക്യാപ്റ്റൻ വന്ന് പറയുന്നുണ്ട് ഒരു മെഡിക്കൽ എമർജൻസി ആണെന്ന്. മെഡിക്കൽ എമർജൻസി എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പൊ എന്തായാലും എന്റെ പൊന്നു രണാസുന, അങ്ങനെ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാം. ഇതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് രണാസുനയെ കുറിച്ച്, അതൊക്കെ സത്യമാകുന്ന രീതി. ഞാൻ അതാണ് എപ്പോഴും പറഞ്ഞു, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്താണെന്നുള്ളത് കാണാം. ഇത് കണ്ടുകൊണ്ടൊന്നും നിങ്ങൾ ആരും അവിശ്വസിക്കണ്ട. അല്ല, ഇത് കണ്ട് ഇങ്ങനെയാണെന്ന് കരുതിയാൽ വേണ്ട. ഇനിയും ദിവസങ്ങൾ കിടക്കയില്ലേ, ഇനിയും ഒരുപാട് ദിവസങ്ങൾ കിടക്കും. ഞാൻ പല പ്രാവശ്യമായിട്ട് നിങ്ങളടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം വ്യക്തതയോടുകൂടി, വളരെ വ്യക്തതയോടുകൂടി എന്താണ് രണാസുന, ആരാണ് രണാസുന എന്ന് കൃത്യമായിട്ട് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഞാൻ വിമർശിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ ഈ ഒരു സംഭവം കണ്ടത് കൊണ്ട് ഇതിന്റെ തുമ്പും പാലും അറിയാം. നിങ്ങൾ എന്തിനു വിമർശിക്കുന്നത്? പക്ഷെ വ്യക്തമായിട്ട് അറിയാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവരുടെ ഓരോ കള്ളങ്ങളും അടുക്കപ്പെടും എന്ന് വ്യക്തമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ കുറേവരൊക്കെ വന്ന് പാവം പെൺകുട്ടിയല്ലേ എന്നൊക്കെ പറയും. ശരി തന്നെയാണ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നും. ഇപ്പൊ ഈവൻ ഈ സംഭവം കുറെ കാലം നമ്മളിങ്ങനെ സംസാരിക്കുന്നു, എന്തിനതിനെ പാവം എങ്ങനെയെങ്കിലും ജീവിക്കട്ടെന്ന് തോന്നും. പക്ഷെ അതിന്റെ ബാക്ക് സ്റ്റോറി ഉണ്ട്. ഇതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഈ പറയുന്ന ക്യാമറയ്ക്ക് മുമ്പിൽ പറഞ്ഞതിന് ശേഷം രണാസുന എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന സുധിയെ കുറിച്ച് പറഞ്ഞ ചീത്ത വാക്കുകളുണ്ട്, അവനെ ദുഷിച്ച വാക്കുകളുണ്ട്. അത് വളരെ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഈ നിങ്ങളുടെ ക്യാമറയുടെ മുമ്പിൽ വന്ന് സുധിച്ചേട്ടാ ഞാൻ എത്തി ഉമ്മ എന്നൊക്കെ പറയുന്നില്ലേ, ക്യാമറ ഓഫ് ആവുമ്പോൾ, ക്യാമറ മാറ്റി വെക്കുമ്പോൾ പറയുന്ന വാക്കുകളൊന്നും നിങ്ങൾക്കറിയില്ല. കൃത്യമായിട്ട് അറിയാം എന്താണ് ഇവിടെ കളിക്കുന്നത്, ആരെ വെച്ചാണ് ഈ രണാസുന കളിക്കുന്നത്, എന്ത് കളിയാണ് കളിക്കുന്നത് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് നിങ്ങളത് എപ്പോഴും പറയുന്നത് എന്താണ്, വെയിറ്റ് ചെയ്യൂ. ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ദൈവം നമ്മളെ കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ട്. ജനങ്ങൾ ഇന്നും അറിയാത്ത കുറെ ജനങ്ങളുണ്ട്. എന്താണ് രണാസുന, എന്താണ് രേണു സുധി, ഇപ്പൊ ഞാൻ പേര് പറയുന്നു, എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം. അത് അറിഞ്ഞിട്ടേ പോകത്തുള്ളൂ. ഇതിന്റെ ആദ്യത്തെ തുടക്കമാണ് ഇവിടെ തുടക്കിയിട്ടത്. ഈ തുടക്കം ഇന്ന് തുടങ്ങിയിട്ടിട്ടുണ്ട്, മനസ്സിലായോ? ഇതുപോലുള്ള കള്ളങ്ങൾ, അനാവശ്യ കള്ളങ്ങൾ വിളിച്ചു പറയുകയും
അതിൽ എന്ത് ചെയ്യും, ഈ ക്യാമറയ്ക്ക് ഫ്രണ്ടിലാണെങ്കിൽ വിളിച്ചിട്ട് അങ്ങ് പോകും. അവിടെ ഇവിടെയും തൊടാതെ അല്ലെങ്കിൽ കറക്കി തിരിച്ചൊക്കെ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങ് പോകും. പക്ഷെ ഇവിടെ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. ഇവിടെ ഇവര് വരിഞ്ഞു മുറുക്കും. ഈ എല്ലാരും കൂടി വരിഞ്ഞു മുറുക്കും. നീ എന്തെങ്കിലും ഇവിടെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം നീ കൊടുത്തേ പറ്റുള്ളൂ. മനസ്സിലായി? ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന എന്താണ്, ഈ പറയുന്ന എന്തോ ഒരു വലിയൊരു കള്ളം പറഞ്ഞിരിക്കുന്നു. ആ കള്ളം പിടിക്കപ്പെട്ടു. ആ കള്ളം പിടിക്കപ്പെട്ടപ്പോഴാണ് ഈ ഒരു അട്ടഹാസങ്ങളും ഈ പറയുന്ന ചാട്ടമൊക്കെ നടത്തിയത്. മനസ്സിലായോ? ഇവിടെ ആരെയൊക്കെ ഈ പറഞ്ഞ ശാരികയൊക്കെ പിടിച്ച് ഇങ്ങനെ തലയിൽ തടവുന്നുണ്ട്. അയ്യോ പാവ എന്റെ മോൾ, നീ കരയണ്ട, കൊച്ചുമകളെ നീ കരയണ്ട, ഇനി അവസരങ്ങളുണ്ട്. ഇതൊക്കെ ചെറുത്. ഇനി എന്തെല്ലാം വലിയ വലിയ കള്ളങ്ങൾ പൊളിച്ചടക്കാൻ കിടക്കുന്നു, എന്തെല്ലാം പ്രേക്ഷകർ അറിയാൻ കിടക്കുന്നു. ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം ഇപ്പൊ ഈ രണാസുന എന്ന് പറയുന്നത് എന്തോ ദേവതയാണ്, പാവം പിടിച്ചൊരു കൊച്ചു പെൺകുട്ടിയാണ്, ഒന്നും അറിയാത്ത, സ്വന്തം വീട്ടിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട്, സ്വന്തം കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ജോലി എടുത്ത് ജീവിച്ച് നടക്കുന്ന ഒരു പാവം പെൺകുട്ടിയാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന കുറെ പേർ ഇപ്പോഴും ഉണ്ട്. ഇത് കണ്ട് ഈ രണാസുനെ അവിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ ഒരു സംഭവം കണ്ട് നിങ്ങൾ ആരും അവളെ കുറ്റം പറയുക, തള്ളി പറയുക ചെയ്യണ്ട. ഇനിയും ദിവസങ്ങളുണ്ട്. ഇത് ആദ്യത്തെ ഒരു കള്ളമാണ്. ഇനിയും കള്ളങ്ങൾ ഓരോന്നോരോന്നായി പൊളിയാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്തുകൊണ്ട് ഈ പറയുന്ന റിയാക്ഷൻ ചാനലുകൾ എന്തുകൊണ്ട് ഈ പറയുന്ന രണാസുനെ ഇങ്ങനെ വിമർശിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതിന്റെയൊക്കെ ഉത്തരം ഇനിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇനിയാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ പോകുന്നത്. ഇത് ചെറുത്, ഇത് വളരെ വളരെ ചെറുത്. ഈ പറയുന്ന നമ്മുടെ ശാരികയും ഈ പറയുന്ന നമ്മുടെ രണാസുനയും കൂടി ഒരു അവിടെ പുറത്തു വെച്ച് സംസാരിച്ച് ക്ലിയർ ആക്കി നമുക്കിങ്ങനെ സെറ്റായിട്ട് ജോയിന്റ് ആയിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞാണ് ഇവിടെ വന്നത്. ഈ പറയുന്ന ശാരിക തന്നെ തിരിയുന്ന ഒരു ദിവസം വരും. ഇവിടെ അഭിശ്രീയുടെ കേസാണെങ്കിൽ അഭിശ്രീ, ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വരുന്നവരെല്ലാവരും ഈ രണാസുനെ ടാർഗറ്റ് ചെയ്ത് തന്നെയായിരിക്കും പറഞ്ഞത്. കാരണം അവർക്ക് കണ്ടന്റുകൾ കിട്ടും, അതിനുള്ള പിന്നീട് സംഭവങ്ങൾ അവർ ഇട്ടുകൊടുക്കും. ഇന്നലെ വരെ അല്ലെങ്കിൽ നമ്മളിപ്പോ ലൈവില് ഈ നോമിനേഷൻ നടക്കുക, നോമിനേഷനിൽ രണാസിനെ ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മനസ്സിലായോ? ഈ നോമിനേഷൻ നടക്കുക. അപ്പം ഈ അതിനുശേഷം രാത്രിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ ഓരോ ദിവസം വരും തോറും ഇപ്പൊ ഇന്ന് വരെ ഒന്നിലും ഒരു ആക്ടിവിറ്റിയിലും ബന്ധപ്പെടാതെ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ ഒരു സൈഡിൽ ഒതുങ്ങി ചിരിച്ച് ഞാനൊരു പാവയാണ് എന്നുള്ള മട്ടിലായിരിക്കുന്നത്. ഇനി ഇപ്പൊ പൊള്ളിച്ചു വിട്ടിട്ടുണ്ട് ഈ രണാസുനയുടെ യഥാർത്ഥ പിന്നീട് മുഖം അല്ലെങ്കിൽ എന്തെന്നുള്ളത് ഉള്ളിൽ കിടക്കുന്നത് പുറത്തു വരണമെങ്കിൽ ഇവിടെ ഒന്ന് ട്രിഗർ ചെയ്ത് വിടണം. ഇവിടെ ഒന്ന് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ നിങ്ങൾ തെറി കേട്ടില്ലായിരിക്കും. ഇനി ഞാൻ എപ്പോഴും പറയുന്ന ഒരു കേസുണ്ട്, 2 വാക്ക് പറഞ്ഞാൽ 3 തെറി കൊണ്ടാണ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. വളരെ കൃത്യമായി അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിങ്ങൾ വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ബീപ്പ് സൗണ്ട് ഉണ്ടോ എന്ന് അറിയില്ല, ബീപ്പ് സൗണ്ട് അതാ പക്ഷെ കേൾക്കുന്നുണ്ടെങ്കിൽ അത് തെറി തന്നെയായിരിക്കും. ഇവിടെ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തെറി വാക്കുകളാണ് വരുന്നത്. അതുകൊണ്ട് എന്തായാലും എന്റെ കുഞ്ഞു രണാസുനെ എല്ലാരും കൂടി ഇട്ട് കൊല്ലുന്നേ, കർത്താവെ കാത്തുകൊള്ളണേ, സുധിച്ചേട്ടിന് വേണ്ടിയിട്ടല്ലേ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവെ ഈ ക്രൂരത വേണ്ട. 100 കമന്റ് രേഖപ്പെടുത്തി നമുക്ക് ഇവിടെ കാണാം. ജയ് ഹിന്ദ്.